Hi friends, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രാവൽ സ്റ്റേഷന്റെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇല്ല നമ്മുടെ മുമ്പേ വന്ന ഹോളിസ്റ്റിക് സ്റ്റേ റിസോർട്ടിലാട്ടോ പൈതൽ നമുക്ക് കണ്ണൂർ ജില്ലയിൽ നമ്മളിവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡെയിലി ഓരോരു വീഡിയോ ചെയ്യാം കേട്ടോ. അതായത് ഓരോരു കോട്ടേജിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ഓരോരു ദിവസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യത്തെ ടവർ ഹൗസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വരുന്നത്. 2 ടവർ ഹൗസ് ഉണ്ട്, ഒന്ന് ഇപ്പുറത്തുണ്ട്. രണ്ടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആട്ടോ. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഒരു ചെയറുണ്ട്. ഇതിൻ്റെ നടുക്കേ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ നടുക്കണ പോകണമെന്നില്ല, ഇതിൻ്റെ അകത്തേ കൂടി ബാക്കിൽ ബാൽക്കണി വഴി അങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ എത്താം കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് പോയാലോ. പിന്നെ ഈ റിസോർട്ടിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാ കോട്ടേജിനും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐ ബട്ടൺ നമ്മൾ മുകളിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ എൻ്റെ സ്ക്രീനിലും കൊടുക്കും. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ മൊത്തം വീഡിയോ കാണണമെന്നില്ലവർക്ക് അതൊന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക്. നമ്മൾ റിസോർട്ടിന് പുറത്ത് ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ കോട്ടേജിൻ്റെ അടുത്ത് ഒരു ഫിഷ് ഉണ്ട്, ഗോൾഡൻ ഫിഷ് ഉണ്ട്. പിന്നെ ഇവിടെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് അവിടെ യോഗ ഏരിയ കേട്ടോ, അവിടെ റിലാക്സ് ചെയ്യാനും പറ്റിയ സ്ഥലങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെ നല്ലൊരു ഇതുണ്ട്, ഊഞ്ഞാലിൻ്റെ ഇരുന്ന് ആടാൻ വേണ്ടി നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നല്ല ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ ഇല്ല, നമ്മൾ ഉച്ചക്കാട്ടോ, വൈകുന്നേരം രാവിലെയൊക്കെ നല്ല രസമാണ്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിലാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം, അവിടേക്ക് നമുക്ക് പോവാം. ആദ്യം നമുക്ക് അകത്തേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോകട്ടോ. ഓക്കെ, കയറുമ്പോൾ തന്നെ ഗ്ലാസ് ഡോറാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇതാ വെള്ളത്തിൻ്റെ കൂജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, 2 ചെയറുണ്ട്, 3 ചെയറുണ്ട്. അപ്പുറത്തെ ബീൻ ബാഗ് ഉണ്ട്. പിന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലും റൂഫുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കുള്ള എൻട്രൻസ് ആട്ടോ, സ്റ്റെപ്പ് ഉണ്ട്. ഇതിൻ്റെ മുകളിലും ഉണ്ട് എന്താ ബെഡും കാര്യങ്ങളൊക്കെ, അതൊക്കെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ട്, അതായത് ഡ്രസ്സിങ് റൂമോ ഇതൊക്കെ ആയിട്ട് മിററൊക്കെ ആയിട്ട് ഇതുണ്ട്. വേണമെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ ആങ്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ടോ ബാത്റൂം. ഓക്കെ, ബാത്റൂം കാര്യങ്ങളൊക്കെ നല്ല നീറ്റാട്ടോ. ഇത് നമ്മളെ ഓടാ വരുന്നത് കേട്ടോ, ഓട് നമ്മൾ സാധാ കല്ല്. ഇത് ഓടായതുകൊണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്ത് നല്ല ചൂടായാലും നല്ല തണുപ്പായാലും അകത്തേക്ക് ഭയങ്കരമായിട്ടുണ്ടാവില്ല, ഒരു മീഡിയത്തിലുണ്ടാവും. നല്ല പുറത്ത് നല്ല ചൂടാണെങ്കിലും അകത്ത് ആ ചൂട് ഏൽക്കാത്ത രീതിയിലൊരു ബിൽഡാട്ടോ. പിന്നെ ഇവിടെ എ സി ഉണ്ട്. എ സി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എ സിയുടെ ആവശ്യമില്ല. ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്കിപ്പോൾ ഇതിപ്പോൾ മാർച്ച് മാസം, ഇപ്പോൾ ഇവിടെ നല്ല എന്താ പറയേണ്ടത് ക്ലൈമറ്റ് നല്ലൊരു തണുപ്പ് വരും. ഉച്ചക്ക് മാത്രം ഒരു 1-2 മണിക്കൂർ മാത്രം ചെറിയൊരു ചൂടുണ്ട്, അല്ലാണ്ട് ബാക്കി സമയത്തൊക്കെ നല്ലൊരു തണുപ്പാട്ടോ. എ സി പിന്നെ നമ്മൾ ഈ ഉച്ച സമയത്ത് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ, രാവിലെയും വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പാട്ടോ. പിന്നെ ഇവിടെ മേലെ മേലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വ്യൂ ഒക്കെ കാണുന്നത് നൈറ്റായിരിക്കും കേട്ടോ രസം. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മൾ പഴയ മരങ്ങളില്ല, പാഴ്മരങ്ങളെല്ലാം വെച്ചിട്ട് നല്ല ഡിസൈനാക്കി സെറ്റായി ചെയ്തിട്ടുണ്ട്. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, LED. ഈ LED ഭംഗിയെല്ലാം കാണണമെങ്കിൽ രാത്രി ആട്ടോ അതിൻ്റെ രസം, കുറച്ച് ഇട്ടാകുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, പവർ പ്ലഗും കാര്യങ്ങളും ആസ് യൂഷ്വൽ. പിന്നെ ഇവിടെ ബെഡ് ഇതാട്ടോ, ഡബിൾ ബെഡ്, നല്ല സ്പേസ് ഉണ്ട്. 1 2 3 മൂന്നാക്കെല്ലാം സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റിയ നല്ല സ്പേസിലാട്ടോ. ഇനി ഇവിടെ ഒരു കബോർഡുണ്ട്. പിന്നെ ഇവിടെ നല്ല വ്യൂ, അപാര വ്യൂ ആണ്. ഇത് മൊത്തം കർട്ടൻ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളത്, കർട്ടൻ ക്ലോസ് ചെയ്തൊക്കെ വേറെ തന്നെ വ്യൂ. പിന്നെ ഇവിടെ സ്ലൈഡിങ് ഡോർ ആട്ടോ, സ്ലൈഡിങ് വിൻഡോ ആട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി കാറ്റ് വരുന്നുണ്ട്. പുറത്തത്തെ വ്യൂ ഇതാട്ടോ. ഇപ്പം നട്ടുച്ചക്കാന്ന് ഈ വ്യൂ. വൈകുന്നേരം രാവിലെ ഒക്കെ വേറെ ലെവൽ വ്യൂ ആട്ടോ. പിന്നെ നമ്മളെ ബാൽക്കണി ഏതാട്ടോ, അത് ഞാൻ കാണിച്ചിട്ട്. ഇത് നമ്മുടെ ഇപ്പുറത്തുള്ള കോട്ടേജിൽ നിന്നുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ബിൽഡാട്ടോ. ഇവിടെ മേലെ പുല്ലൊക്കെ ഇട്ട് നല്ല വൈബാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിലേക്കൊന്ന് പോയേക്കും. മുകളിലത്തെ സംഭവങ്ങളില്ല, മുകളിലും ഇത് കണക്കത്തെ ഫ്ലോർ ഉണ്ട്, അതൊന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോവാം. ഓക്കെ, ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാനും പിന്നെ അത്യാവശ്യം ഉണ്ടാവും. വൈഫൈ മൊത്തം ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ.
ഇനി ഇത് കാണിക്കാൻ വിട്ടുപോയി. ഇതാ നല്ല പ്ലാസ്റ്റിക് അല്ല കേട്ടോ, എന്താ പറയുക, നാച്ചുറലായിട്ടില്ല. ഞാൻ വരുന്ന വഴിക്ക് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവർ കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഡിസൈൻ ചെയ്താട്ടോ. അങ്ങനെയുണ്ട്, പൊളിയല്ലേ. പിന്നെ ടീപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ മുകളിലേക്കൊന്ന് പോയേക്കാം. ഇവിടെ മൊത്തം 6 പേർക്ക് താമസിക്കാൻ പറ്റും കേട്ടോ. അതായത് ഈ കോട്ടേജ് എടുത്തു കഴിഞ്ഞാൽ, ഇതിന് ടവർ ഹൗസ് എന്നാണ് പറയുന്നത്. ഇവിടെ മൊത്തം 6 പേർക്ക് താമസിക്കാൻ പറ്റും. താഴെ ഇപ്പം കണ്ടില്ല, താഴെ 3 പേർക്ക് സുഖമായിട്ട് താമസിക്കാം. ഇപ്പോൾ കപ്പിൾസ് വന്നാൽ 2 കപ്പിൾസിന്, താഴെ ഒരു കപ്പിളിനും മുകളിലും. മുകളിൽ നല്ല ബെഡ് സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സ്പേസ് ഉണ്ട്. ഇതാ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ചെറിയ ഇതുപോലെ തോന്നും ഏതാ ഈ കോട്ടേജ്, പക്ഷെ അകത്ത് നല്ല സ്പേസ് കേട്ടോ. ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ ഇവിടുന്ന് തോന്നുന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ, ഇവിടുന്ന് നല്ല വ്യൂ ആണ്, പൊളി. ഇവിടെ ആസ് യൂഷ്വൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 3 ആൾക്ക് സുഖമായിട്ട് കിടക്കേണ്ട സ്പേസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കിതാ ഇപ്പുറത്ത് ഒരാൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലായിടത്തും ബെഡ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല വരുന്നവർക്ക് സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങാൻ പറ്റിയ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെയും കർട്ടനുണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നേരെ വ്യൂ കാണുന്നത് നമ്മുടെ യോഗ ഏരിയ ഇല്ല, ആ ഏരിയ കേട്ടോ. മുകളിൽ നിന്നുള്ള വ്യൂ ഇതാ. നല്ല കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, വരുന്നവർക്ക് ഇനി ഫീൽ ചെയ്യാനും പറ്റും. നല്ല പീസ്. ഒരു വാഹനത്തിൻ്റെ ഒരു ശബ്ദം, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നല്ല എൻജോയ് ചെയ്ത് പീസായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ കിഡിലൻ സംഭവം കേട്ടോ. ഉണ്ടാവും, ഒരു ശബ്ദവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ മാത്രം. പിന്നെ പക്ഷികളതും. ഇവിടെ ഫാമുണ്ടല്ലോ, ഫാമൊക്കെ നമുക്ക് ഓരോരോ എപ്പിസോഡായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് ഈ കോട്ടേജിന്റെ ഡീറ്റെയിൽസ് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ഓരോരു വീഡിയോ വരും. അപ്പോൾ ഓരോരോ വീഡിയോയിലും വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റിസോർട്ടിൽ ഒരുപാട് കോട്ടേജ് ഉണ്ടല്ലോ, എല്ലാം വെറൈറ്റി കോട്ടേജസ് ആണ്. അപ്പോൾ ആ ഓരോരോ കോട്ടേജിന്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ ഓരോരോ വീഡിയോയിലും വരുന്നത്. ഇന്നത്തെ ആദ്യത്തേതിൽ നമ്മൾ ഈ ടവർ ഹൗസിന്റെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ പോയിട്ട് ബാൽക്കണിന്റെ സംഭവങ്ങളൊന്ന് കാണാം. ഇത് നമ്മൾ ബാക്കിലേക്ക് പോട്ടാ. നല്ല പുല്ലെല്ലാം ഏതാ രസം. 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇവിടെ ചേറിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാം. റൂമിലില്ല, ചേറെടുത്ത് കൊണ്ടിട്ടാൽ മതി. നിങ്ങളാ ബ്യൂട്ടി നോക്കിയാൽ എന്താ രസം നോക്കിയേ. മലയാളം കണ്ട രാവിലെ ആ ഏരിയ കേട്ടോ. കണ്ടില്ല, ആ ഏരിയ നമ്മൾ സൺറൈസ് ഉണ്ടാവുക. സൺറൈസിന്റെ വീഡിയോ ജസ്റ്റ് രാവിലെ എടുത്തൊന്നും ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കണ്ടു നോക്ക്. പിന്നെ ഈ സൈഡ് ഇത് കാണുന്നത് മൊത്തം കർണാടക ഫോറസ്റ്റ് കേട്ടോ. വ്യൂ ഉണ്ടോ. ഇത് വേറൊരു കോട്ടേജ്. ഇവിടെ നമ്മളെ സ്റ്റാഫ് ഉണ്ട്. ഇതരാവോ നാം പോലോ पवन कुमार गाँव किधर है? सिक्किम। इधर कितना साल हुआ? 2 years. ഓക്കെ. നമ്മളിവിടുത്തെ സ്റ്റാഫ് ആട്ടോ പവൻ. ഓക്കെ. ഇത് 2 കോട്ടേജ്. ഇതാ നമ്മൾ ആദ്യം കണ്ട കോട്ടേജ്. ഇത് സെയിം തന്നെ കേട്ടോ, കോട്ടേജിന്റെ സെയിം സംഭവം തന്നെ. നമ്മൾ വന്ന ഡോറതാ, ഇപ്പുറത്തും ഡോറുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് വരുന്നുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് ആക്സസ് ചെയ്യുക. അതുകൂടാതെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. രാത്രി ആകുമ്പോൾ കേട്ടോ അതിൻ്റെ ഭംഗി. രാത്രി ആകുമ്പോൾ അത് നല്ല വേറെ ഫീലായി. രാത്രിക്കത്തെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം, സെപ്പറേറ്റ് കാണിച്ചു തരാം വീഡിയോ. ഇതിൻ്റെ എൻഡിങ്ങിൽ ഇവിടെ റിസോർട്ടിൻ്റെ ഈ കോട്ടേജിൻ്റെ നൈറ്റിലെ വ്യൂ ഇതാട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാ. ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ട ബാൽക്കണി, അത് അവിടത്തേക്ക് പോകാം. നമുക്ക് റൂമിൻ്റെ അകത്തേക്ക് കൂടെ തന്നെ പോയിട്ട് മൊത്തത്തിലൊന്ന് കാണാം കേട്ടോ. ഇതാ നല്ല അടിപൊളി വൈബാട്ടോ. നമ്മൾ മൊബൈലിൽ കാണുന്നതിനെക്കാട്ടി നല്ല രസമാട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ ഉള്ള LED ഒക്കെ ആയിട്ട് നല്ല രസമില്ലേ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ, ഫുൾ ഗ്ലാസ് ആയിട്ട്. ബാക്കിൽ നമ്മൾ
ബെഡിൽ കിടക്കുമ്പോൾ തന്നെ ഇവിടുത്തെ വ്യൂ കാണാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നമ്മൾ പകൽ കണ്ടതിനെക്കാട്ടി നല്ല വേറെ തന്നെ ഒരു വൈബായിട്ടില്ല. ഇപ്പോൾ ഇതാ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. കിട്ടില്ല, എന്ത് തണുപ്പാണ്. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ കേട്ടോ. നമ്മുടെ കോട്ടേജിൻ്റെ ബാക്ക് സൈഡ്. പിന്നെ മുകളിൽ കണ്ട അത് യോഗ ഇതാട്ടാ. അടുത്ത ജസ്റ്റ് ഒന്ന് അവിടുത്തെ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അവിടെ റിലാക്സ് ചെയ്യാനും നല്ല സെറ്റായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം. ഇപ്പോൾ രാത്രി കാണാൻ നല്ല വൈബുണ്ട്. അവിടുത്തെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തേക്ക് കാഴ്ച ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ കോട്ടേജിൻ്റെ വ്യൂ ഇതാട്ടോ, ബാക്ക് സൈഡിൽ നിന്നില്ല. ഇത് നമ്മൾ ബെഡ്റൂം ഇതാട്ടോ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. പൊളിയാണ്. നമ്മളെ മൊബൈലിൽ കാണുന്നതിനെക്കാട്ടും നല്ല രസമാട്ടാ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതെവിടെ സ്റ്റാറും LED ഒക്കെ സെറ്റാക്കിയിട്ട് ഇതാ. ഇവിടെ ബെഡുണ്ട്. ബെഡ് മീൻസ് ഈ രാജസ്ഥാനി സ്റ്റൈലിലെ കിടക്കേട്ടാ. പൊളി. എവിടുന്ന് നമ്മളെ കോട്ടേജ് കാണുന്നുണ്ടോ? ആ പച്ചാണെന്നടുത്ത് നമ്മളിപ്പോൾ പോയ ബാൽക്കണി. ഇത് രണ്ടും ടവർ ഹൗസ്. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ രാത്രിക്കത്തെ വ്യൂ വേറെ തന്നെ സെപ്പറേറ്റ്. ഓക്കെ, ഇവിടെ മൊത്തം ഫുൾ ഫോറസ്റ്റാണ്. ഇവിടെ വാട്ടർഫോൾ, ഇതിലെ വെള്ളച്ചാട്ടം ഇങ്ങനെ ചെറിയ തോടും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് അതിന് ശബ്ദവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇപ്പം നിങ്ങൾ കേട്ടതാ പക്ഷികളെയും ചെറിയ ചെറിയ കിളികളും ശബ്ദങ്ങളും മാത്രം. ഇനി ഇത് നമ്മൾ മൊത്തം പുല്ലാട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഇവിടെ നല്ല മുകളിൽ നല്ല വെയിലടിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ നല്ലൊരു തണുത്ത ഏരിയ കേട്ടോ. ഇവിടെ പഴയ റാന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇതാട്ടോ. ഇനിയിപ്പോൾ നാളെ നമ്മൾ അപ്പുറം മഡ് ഹൗസ്, സ്റ്റോൺ ഹൗസ്, കേവ്, വാട്ടർഫോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോരോ എപ്പിസോഡായിട്ട് കാണിച്ചു തരാം. ഇനി ഈ റിസോർട്ടിൻ്റെ മൊത്തം വീഡിയോ കാണേണ്ടവർക്ക് ഞാൻ മുകളിൽ ഐ ബട്ടൺ കൊടുക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ പഴയ ഈ റിസോർട്ടിൻ്റെ മൊത്തം വീഡിയോയിലെ ലിങ്കും കൊടുക്കുക. അപ്പോൾ വീഡിയോയിലൊന്ന് കാണട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ റിസോർട്ടിനെ കുറിച്ച് അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. We'll be right back.